ഹായ്, നമുക്കിന്ന് കോവയ്ക്ക കൊണ്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതിനായിട്ട് കോവയ്ക്ക കഴുകി ഞെട്ടും പാലും എല്ലാം കളഞ്ഞിട്ട് 4ആയിട്ട് കീറിയിട്ടുണ്ട്. ഇനി ഇത് നടുവേ ഒന്നും കൂടെ കീറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാവേ. ഇതിപ്പം എല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു അപ്പച്ചൻ പഴുപ്പി വെച്ചിട്ട് ആവി കയറുമ്പോൾ അതിൻ്റെ തട്ടിലേക്ക് ഇട്ടിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാവേ. ഇതിപ്പം നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വെയിലത്ത് വയ്ക്കാം. ഒരു 3 ദിവസത്തെ വെയിൽ കൊണ്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങി വരുമ്പോൾ ഒന്നുമില്ല, കണ്ടോ, അടയ്ക്ക പോലെയാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തും കൂടെ എടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് നല്ല പപ്പടം പോലെ വീർത്ത് വരുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്രയും കാണാൻ പറ്റുന്നില്ല. ഞാനിതിൻ്റെ ഒച്ച കേൾപ്പിക്കാം. നല്ല കറുകറാന്നുള്ള കോവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കണ്ടോ സൗണ്ട് കേട്ടോ? നല്ല കിരികിരാന്നുള്ള നമ്മുടെ കോവയ്ക്ക കൊണ്ടാട്ടം റെഡി.